ഹായ് ഓൾ, ഡോക്ടർ ഡാനിഷ് സലീമാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് എ സി സ്ഥിരമായി ഉപയോഗിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ്. ധാരാളം ആളുകളുടെ മനസ്സിലുള്ള സംശയമാണ്. ഇങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ട്. ആക്ച്വലി എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല ശ്വാസകോശ സംബന്ധമായ പ്രോബ്ലംസ് വരാം. ശ്വാസകോശ പ്രോബ്ലമായിട്ടുള്ള വരാം, പക്ഷേ അതിനു വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാത്രം വരും. അല്ലെങ്കിൽ എ സി കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് ആദ്യമേ പറയട്ടെ. അപ്പം എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എ സി പ്രവർത്തിക്കുന്നത്? പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിലും ഞാനൊക്കെ വളർന്ന സമയത്തൊക്കെ ഫാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? മുകളിലുള്ള എയറിനെ താഴോട്ട് കൊണ്ടുവന്ന് ആ എയർ കൊണ്ട് നമ്മൾ റൂം തണുപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു കാറ്റ് കിട്ടുകയാണ്. പക്ഷേ നമ്മുടെ റൂഫ് ചൂടാണെങ്കിൽ എന്ത് പറ്റും? ആ ഒരു ചൂട് കാറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്, പിന്നെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ ചൂട് വന്നാത്ത പ്രശ്നം, നമുക്ക് ക്ഷീണം വരാം, പെട്ടെന്ന് നമുക്ക് കോൺസെൻട്രേഷൻ പോവും, പെട്ടെന്ന് ദേഷ്യം വരാം, പെട്ടെന്ന് തളർന്നു പോകാം, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു തണുപ്പ് കിട്ടുന്നതിനാണ് നല്ലത്. എ സി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എ സി എയറിനെ എടുത്തതിന് ശേഷം, തണുപ്പിച്ചതിന് ശേഷം തിരിച്ച് ആ എയറിനെ വിടുകയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എയറിൽ ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്, അതായത് നമ്മുടെ ഈർപ്പം വളരെ കുറവാണ്. ഈർപ്പം കുറയുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാം. എന്തൊക്കെയാണ് പ്രശ്നം? സ്കിന്ന് ഡ്രൈ ആവാം. സ്കിന്ന് ഡ്രൈ ആയാൽ ചുളിവുകളുണ്ടാവാം, അതുപോലെ സ്കിന്ന് പൊട്ടാം, അതുപോലെ തന്നെ സ്കിന്നിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഡ്രൈ സ്കിന്നിലൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത് മൂക്ക് ഡ്രൈ ആവാം, പിന്നെ കണ്ണ് ഡ്രൈ ആവും. കണ്ണ് ഡ്രൈ ആയാൽ കണ്ണ് വേദന വരാം, കണ്ണിൽ ഭയങ്കര ചുമന്നിരിക്കാം എപ്പോഴും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പം ഈ 3 സാധനങ്ങളും ഒഴിവാക്കാനുള്ള സൊല്യൂഷനുണ്ട്. അതുപോലെ തന്നെ ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ചില ആളുകളിൽ വരാറുണ്ട്, അതായത് വീണ്ടും വീണ്ടും ശ്വാസകോശ സംബന്ധമായ പ്രോബ്ലം. അതെന്തുകൊണ്ടാണ് വരുന്നത്? പ്രോപ്പറായിട്ട് ഫിൽറ്റർ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ എ സി ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടാണ് വന്നത്. ഫിൽറ്റർ എടുത്ത സമയത്ത് തന്നെ നല്ല പൊടിയുണ്ട്. അപ്പോൾ എല്ലാ 3 മാസം കൂടുമ്പോഴും ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. കാരണം ആ അന്തരീക്ഷത്തിലുള്ള പൊടി മൊത്തം ഇത് എടുത്ത് അത് തന്നെ വീണ്ടും നമ്മൾ ശ്വസിക്കും. അല്ലെങ്കിൽ നമ്മളിത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇത് തന്നെ വീണ്ടും വീണ്ടും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പൊടിയാണെങ്കിലും അതുപോലെ പോളൻസ് ആണെങ്കിലും ഇതൊക്കെ ശ്വസിക്കാൻ സാധ്യതയുണ്ട്, വീണ്ടും വീണ്ടും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എ സിയുടെ ഫിൽറ്റർ ഒരു 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് വളരെ എളുപ്പം ക്ലീൻ ചെയ്യാം, നമുക്ക് തന്നെ ഒരു വട്ടം നോക്കി നിന്നാൽ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ എയർ നല്ല ക്വാളിറ്റി ഉള്ള എയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമതൊരു പ്രശ്നമുണ്ട്. എല്ലാ 3 വർഷം കൂടുമ്പോൾ നമ്മൾ ഡക്റ്റ് ക്ലീൻ ചെയ്യണം. എ സിക്ക് ഡക്റ്റ് ഉണ്ട്, പ്രത്യേകിച്ചും ഈ സെൻട്രലൈസ്ഡ് എ സി ഉള്ളിടത്തൊക്കെ ഡക്റ്റ് ഉണ്ട്. ആ ഡക്റ്റും കൂടെ ക്ലീൻ ചെയ്യണം. അത് 3 വർഷം കൂടുമ്പം ഒരു മെക്കാനിക്കിനെ വിളിച്ച് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും ഇതേ പൊടി നമ്മൾ ശ്വസിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരുന്നത് തടയാനായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി എത്രയാണ് ടെമ്പറേച്ചർ നമ്മൾ സാധാരണ വെക്കേണ്ടത്? 24 to 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ഐഡിയൽ ഒരു നല്ല ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. പല ആളുകളും 18 ഡിഗ്രിയിലൊക്കെ വെക്കാറുണ്ട്. അതുകൊണ്ട് തെറ്റൊന്നുമില്ല, വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് ഉറങ്ങാം. പക്ഷേ നമ്മൾ 18 ഡിഗ്രിയിൽ താമസിച്ചിട്ട് പെട്ടെന്ന് ചൂടത്തിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളൊരു തെർമൽ ഡിസ്റെഗുലേഷൻ സംഭവിക്കും. അപ്പോൾ നമുക്ക് തലവേദന വരാം, തലകറക്കം വരാം, അതുപോലെ തന്നെ ഹോട്ട് ഫ്ലഷിംഗ് ഒക്കെ വരാം. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മളെപ്പോഴും സാധാരണ ഒരു 24 to 27 ഡിഗ്രി സെൽഷ്യസിലാണ് സാധാരണ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു പെട്ടെന്ന് മാറാനൊക്കെ നമുക്ക് എളുപ്പമാണ് ടെമ്പറേച്ചർ. അപ്പോൾ അതൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പം പിന്നെ ചില ആളുകൾ രാത്രി മൊത്തം ആദ്യത്തെ 1 മണിക്കൂർ നല്ല 18 ഡിഗ്രി വെച്ചതിന് ശേഷം എ സി ഓഫ് ചെയ്യും, പവർ സേവ് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ കണ്ടൻസർ നല്ലോണം ചൂടാവും നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഫാൻ ഇട്ടൊക്കെ ഉറങ്ങാറുണ്ട്. ഇപ്പോൾ ഫാൻ കിടക്കുന്ന സമയത്ത് മുകളിലൊക്കെ ഡസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എ സി ആണോ ഫാനാണോ പ്രത്യേകിച്ചും ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സി തന്നെയാണ് നല്ലത്. കാരണം ഫാനാണെങ്കിൽ ഫുൾ കാറ്റടിക്കുകയും നമ്മുടെ ഈ പോസ്റ്റ് നേസൽ ഡ്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ എ സി ആണെങ്കിൽ നമ്മുടെ ആ വെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഡയറക്റ്റ് മുഖത്തോട്ട് അടിക്കാതെ കാലിലോട്ടോ ശരീരത്തോട്ടോ വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പുള്ളപ്പം, പ്രത്യേകിച്ചും ഫാരഞ്ചൈറ്റിസ് ടോൺസിലൈറ്റിസ് ഉള്ളപ്പം തണുപ്പടിക്കാതെയും കൂടാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ആ തണുപ്പ് കുഴപ്പമില്ല. കാറ്റാണ് കൂടുതലും പ്രശ്നം സാധാരണ വരാറുള്ളത്. അപ്പോൾ വലിയ വ്യത്യാസമല്ല, ചെറിയൊരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും കാലിലോട്ടോ ശരീരത്തിലോട്ടോ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നവും തടയാം. ഇനി റൂം ഇടയ്ക്കിടയ്ക്ക് തുറക്കണമെന്ന് ചോദിച്ചാൽ വിൻഡോ ഉണ്ടെങ്കിലോ ഡോർ ഉണ്ടെങ്കിലോ ഇടയ്ക്കൊന്ന് തുറക്കുന്നതന്നെയാണ്. ഫ്രഷ് എയർ ഒന്ന് സർക്കുലേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഇനി നമുക്ക് ഈ ഡ്രൈനെസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? സ്കിൻ ഡ്രൈനെസ്, നോസ് ഡ്രൈനെസ്, ഐ ഡ്രൈനെസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? വളരെ ഈസിയാണ്. ഒന്നുമില്ല, ഹ്യൂമിഡിഫയർ വാങ്ങിക്കുക. ഒരു എ സി വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് ഒരു ഹ്യൂമിഡിഫയർ വാങ്ങിക്കാം. ഒരു വലിയ ഹ്യൂമിഡിഫയർ വാങ്ങിക്കുക. അതിന് സെറ്റ് ചെയ്യേണ്ടത് ഒരു 40 to 60% ഹ്യൂമിഡിഫൈക്കർ ആണ് നമുക്ക് വേണ്ടത്. അപ്പം എയറിൻ്റെ അകത്ത് ഈർപ്പം ഉണ്ടാവും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്കിന്ന് ഡ്രൈ ആവില്ല, മൂക്ക് ഡ്രൈ ആവില്ല, കണ്ണിൻ്റെ അകത്തുള്ള ഡ്രൈനെസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. പല ആളുകളും ഹ്യൂമിഡിഫയർ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ AC സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹ്യൂമിഡിഫയറും കൂടെ ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ നല്ലോണം വെള്ളവും കുടിക്കണം. കാരണം AC ഉള്ള സമയത്ത് നമ്മൾ വെള്ളം കുടിക്കില്ല. നമ്മൾ തണുത്തിരിക്കുന്നതുകൊണ്ട് വെള്ളം കുടിക്കാൻ തോന്നില്ല. അപ്പോൾ അത് കാരണം വെള്ളം കുടിക്കില്ല. അപ്പോൾ നമ്മൾ മൂത്രത്തിൻ്റെ കളർ നോക്കി നമുക്ക് വെള്ളം കുടിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ പറ്റും. നല്ലോണം ഒരു ഇളം മഞ്ഞയെ പോവുകയാണെങ്കിൽ നോർമലാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. AC-യിലാണെന്ന് വിചാരിച്ച് വെള്ളം കുടിക്കാതിരിക്കുക, അതും ഒരു പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് AC എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു, ഏതാണ് നോർമൽ സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഐഡിയൽ ടെമ്പറേച്ചർ പറഞ്ഞു, AC റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരാൻ വേണ്ടി ഉള്ള കാരണം ഫിൽറ്റർ ക്ലീൻ ചെയ്യാത്തത് കൊണ്ടും ഡക്റ്റ് ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ്. എല്ലാ 3 മാസം കൂടുമ്പോൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക, എല്ലാ 3 വർഷം കൂടുമ്പോൾ ഡക്റ്റ് ക്ലീൻ ചെയ്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ പഴയ AC ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോയിസൺ വരാം. ഇടയ്ക്ക് അങ്ങനെ നമ്മുടെ കുറച്ചുകൂടെ നോർത്തായിട്ടുള്ള നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചത്, കുറച്ച് 6 പേര് മരണപ്പെട്ടതൊക്കെ നമ്മൾ അറിഞ്ഞു കാണും. അവർ പോയി AC ഓൺ ചെയ്തു, AC വർക്ക് ചെയ്യാത്തൊരു AC നല്ല പ്രോപ്പറായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് വന്നത് കാർബൺ മോണോക്സൈഡ് എന്നുള്ള പോയിസണാണ്. അത് ശ്വസിച്ച് 6 പേര് മരണപ്പെട്ടു. രാവിലെയാണ് അവരെ തിരിച്ചറിയാൻ പറ്റുക. കാരണം അതിന് കളറില്ല, മണമില്ല. അപ്പോൾ അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെ സംഭവിക്കും. അപ്പം AC ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, AC പ്രോബ്ലമാറ്റിക് ആണെങ്കിൽ ഉറപ്പായിട്ട് അത് റിപ്പയർ ചെയ്യുകയോ മാറ്റുകയോ ചെയ്യണം. അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെ നമുക്ക് ഈ ഡ്രൈനെസ് അവോയ്ഡ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. ഹ്യൂമിഡിഫയർ കൊണ്ടുവരേണ്ടത്, എത്രയാണ് ഹ്യൂമിഡിഫയർ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വളരെ ക്രൂഷ്യലാണ്. പല റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ AC കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരും. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്, എല്ലാവർക്കും അറിയണമെന്നുള്ള ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം ടേക്ക് കെയർ ഓൾ.